ഹായ് എവരിവൺ. ഇപ്പോൾ മാച്ച് നമ്പർ 40 പ്രിവ്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാച്ച് എന്ന് വെച്ചാൽ ഡൽഹി വേഴ്സസ് ഗുജറാത്താണ്. കളി നടക്കുന്നത് ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാച്ച് മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അടിച്ച് ഒരു ലെവലാക്കിയിരുന്നു. 260+ സ്കോർ ചെയ്തൊരു മാച്ചായിരുന്നു. ഡൽഹി ഓൺ ദ റിട്ടേൺ 199 സ്കോർ ചെയ്തിരുന്നു ആ മാച്ച്. സോ അത്യാവശ്യം ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചായിരിക്കും ഇന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഷോർട്ട് ബൗണ്ടറീസ് ആയിരുന്നു ആ മാച്ചിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡൽഹി ഹാസ് എൻ അപ്പർ ഹാൻഡ്. എന്നുവെച്ചാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഹിറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്രേസർ മക്കർക്ക് ആണെങ്കിലും ഇപ്പോൾ ഋഷഭ് പന്ത് ആണെങ്കിലും ഋഷഭ് പന്ത് ലാസ്റ്റ് മാച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും അത്യാവശ്യം ഒരു ഷോർട്ട് ബൗണ്ടറീസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ അത്യാവശ്യം കളിക്കാവുന്നതാണ്. പിന്നെ ഡേവിഡ് വാർണർ ഓഫ് കോഴ്സ്. അപ്പോൾ അത്യാവശ്യം ഒരു ഹിറ്റേഴ്സ് കുറച്ചധികം കൂടുതലുള്ളൊരു ടീമാണ് ഡൽഹി. ഗുജറാത്ത് ഓൺ ദി അതർ ഹാൻഡ് കളിക്കാൻ പറ്റില്ല എന്നല്ല, ഒരു ഹൈ സ്കോറിംഗ് മാച്ചസ് പൊതുവേ അങ്ങനെ പെർഫോം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഇന്നത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ടോസ് ഡിപ്പെൻഡൻറ്റ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹൂവർ ചേസസ് വിൽ വിൻ എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് മാച്ച് ചേസിംഗ് ടീം ലോസ്റ്റായി. അത് ഒപ്പോണൻറ്റ് സൺറൈസേഴ്സ് ആയതുകൊണ്ടായിരിക്കും. കാരണം അവരുടെ ബാറ്റിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം സ്ട്രോങ് ആണ്, ലൈക്ക് എക്സ്പ്ലോസീവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദ ടോസ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ചേസിംഗ് ടീം ഹാസ് എ മെൻ്റൽ അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് വൈസ് ഡൽഹി ഹാസ് എ ബിറ്റ് ഓഫ് എൻ എഡ്ജ്. ബോളിംഗ് വൈസ് ഗുജറാത്ത് ഹാസ് എൻ എഡ്ജ്. സോ ഒരു ഈക്വൽ മാച്ചായിട്ടാണ് കണക്കാക്കാൻ തോന്നുന്നത് എനിക്ക്. എന്നുവെച്ചാൽ ഒരു ക്ലിയർ വിന്നറിനെ എനിക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഇന്നത്തെ മാച്ചിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഹൂവർ വിൻ ദ ടോസ് വിൽ വിൻ ദ മാച്ച്. അതാണ് ഇന്നത്തെ എൻ്റെ പ്രഡിക്ഷൻ. കാരണം ഒരു എക്സാക്ട് പ്രഡിക്ഷൻ എനിക്ക് ഇന്നത്തെ മാച്ച് പറയാൻ അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സ്കോറിങ് ഇപ്പോൾ ഒരു ടീം വെച്ച് നോക്കാനാണെങ്കിൽ എപ്പോഴും ടോപ്പ് ഓർഡേഴ്സിനെ ഇടുക. കാരണം ശുഭങ്കിലൊക്കെ നല്ല പിക്കായിരിക്കും. പിന്നെ അതേപോലെ ഡെഫിനറ്റ്ലി ലൈക്ക് ബോളേഴ്സിന് പ്രത്യേകിച്ച് യാതൊരു അഡ്വാൻറ്റേജും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈക്ക് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ പ്രിഫർ ചെയ്യുക. ഇന്ന് മിക്കവാറും മില്ലറൊക്കെ കളിക്കാൻ ചാൻസ് ഉള്ളൊരു ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടീം കോംബോ ആയിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു.